പിണങ്ങിയിരിക്കുന്ന ഒരു കൊച്ചിനെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. പിണങ്ങാൻ അറിയാത്തവരോട് ഇത് കാണിച്ചിട്ട് പറയുന്നത്. അയ്യോ എന്നെ അടിക്കുന്ന ഗൈസ്. ഇവളുടെ തല കാണാൻ നിന്നെ കാണത്തില്ലല്ലോ. ഇവിടെ വെൽക്കം ടു മൈ ചാനൽ ഗേൾസീസ് വേൾഡ്. ഹലോ ഗൈസ്, വെൽക്കം ടു ഗൗച്ചീസ് വേൾഡ്. ഇത് ഗൗച്ചി ഗൗരി. അതെ, എൻ്റെ ചാനലിൽ വന്നിരുന്നിട്ട് എന്നെ പരിചയപ്പെടുത്തും. ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കും. പറ, പേര് പറ. എൻ്റെ പേര് ദേവേനി എന്നാണ് ഒഫീഷ്യൽ നെയിം. ഇവരെല്ലാവരും എന്നെ കുഞ്ഞി എന്ന് വിളിക്കും. കുഞ്ഞി, കുഞ്ഞു, കുഞ്ഞൂസ്, ഇങ്ങനെ പല പേരുകളുണ്ട്. ഇത് എൻ്റെ കസിനാണ്, ഫ്രണ്ടാണ്, ക്രൈം പാർട്ട്ണറാണ്, പാർട്ട്ണറാണ്, കുറവുണ്ടല്ലോ, സീക്രട്ട് കീപ്പറാണ്. ഓക്കെ ഓക്കെ, ഇതെല്ലാം ഞാൻ തന്നെയാണ് ഗൈസ്. എന്ത് ഇതാരത്? ഇതാരാ? ഈ കൊച്ചിനെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഈ കൊച്ചിനെ പരിചയപ്പെടുത്തിയില്ലല്ലോ. പറ, പേര് പറ. പേര് പറ. കേട്ടില്ല. ഇതാണ് തേജസ്വിനി അമ്പാടി. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ, ഒരു ചേച്ചിയുണ്ട്. അതിനെ കെട്ടിച്ചു വിട്ടു. കൂടുതലായിട്ടാ പറയണേ, എനിക്ക് കെട്ടിച്ചു വിട്ടു. കെട്ടിച്ചു വിട്ടേ. ഓക്കെ 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 ഓക്കെ. അനിയൻ എത്രയല്ല പഠിക്കുന്നത്? അനിയൻ 8ല്. എനിക്ക് ഇവരുടെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഒന്നും അറിയത്തില്ല. എനിക്ക് ഒന്നും അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ എല്ലാം ആദ്യം ചോദിക്കുന്നത്. ഓ, അതിവിടുത്തെ എന്താണ് പ്രസക്തി? അതിവിടെ പറയേണ്ട കാര്യം? എന്താണ് കാര്യം? ഇരിക്കട്ടെ. അതെ, കണ്ടന്റൊന്നും ഇല്ലാത്തപ്പോഴേ ഇതൊക്കെ തന്നെ ഒരു കണ്ടന്റ് ആക്കി എടുക്കുക. ഒരു പാട്ട് പാട്. എൻ്റെ ചാനലിൽ വരുന്നവരെ ഞാൻ പാട്ട് പഠിച്ചിട്ടേ എടുത്തുള്ളൂ. ഓക്കെ, പറഞ്ഞോ, പാടിക്കോ. പാടിക്കോ. പിന്നെ തുമ്പി പാട്ട് പാടാം. നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് പാടാം. ഒറ്റപ്പാട്ട് പാടി. മഞ്ഞ കുഞ്ഞിക്കാലുള്ള ചക്കി പൂച്ചക്ക്. ബാക്കി എനിക്കറിയത്തില്ല. നമുക്ക് അതിലും നല്ലത് മറ്റേ പാട്ടാ. ആര് പറഞ്ഞു ഞാനാ നിങ്ങളെ കാത്തു എന്നോടൊപ്പം കൂടാണ് ആർക്കാണ് ഇഷ്ടം. അപ്പം നമുക്ക് പാട്ട് കത്തേരി കഴിഞ്ഞു. അതെ അതെ. ഇനിയിപ്പോൾ എന്താ ഉള്ളത്? ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും മീറ്റിങ്ങിൻ്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കാണുന്നത് തന്നെ ഒരു ഫാമിലി ഫംഗ്ഷനാണ്. അതെ അതെ. ഞാൻ വളരെ ചെറുതായിരുന്നു. വളരെ വളരെ ചെറുതായിരുന്നു. അതെ, എന്ന് പറയുമ്പോൾ ആ ഫാമിലി ഫംഗ്ഷനാണ് ഞങ്ങൾ ആദ്യം കണ്ടുവിട്ടത്. നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് ഏതായി ജീവി? ചിരിക്ക പോലില്ലായിരുന്നു. അതെ അതെ അതെ, അതായിരുന്നു എൻ്റെ സ്വഭാവം. പോയി എന്താ പോയത്? പിന്നെ അവളെ തലകൊണ്ട് അവിടെ വെച്ച്. ഓക്കെ. അപ്പം അന്ന് അത്ര വലിയ പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ചിരിക്കാണ്ട് ഇങ്ങനെ മൂന്നോ അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട്. ചേച്ചി തന്നെ നോക്കി ചിരിക്കും, പക്ഷെ ഞാൻ വേണ്ടി അറിയില്ല. കണ്ട് 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 പരിചയമായി. അത് കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ കുറെ ബാർബി ടോയ്സ് കണ്ടു. അത് കണ്ടപ്പോൾ ഞാൻ വീണു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ മൊത്തം ഇവിടെയായിരുന്നു. എൻ്റെ വീട്ടിൽ പോലും ഞാൻ ഇറക്കി വിട്ടാലും ഞാൻ പോകത്തില്ലായിരുന്നു. ബാർബി വെച്ച് കളിയോട് കളി. അതെ അതെ, ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങൾ ബാക്കി ഇരിപ്പുണ്ട്. അതെ, ഇപ്പം എൻ്റെ ബാർബി ഡോൾസ് മുഴുവൻ ഇവളുടെ കയ്യില. എൻ്റെ ഡെയിലി വന്നിരിപ്പുണ്ട് കേട്ടോ. സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അവള്. അതെ അതെ, നമുക്ക് നെസ്റ്റ് അടിക്കാനുള്ള ഇടയ്ക്കിടയ്ക്ക്. അതെ, ഇടയ്ക്കിടത്ത് ഇങ്ങനെ നിരത്തി വെച്ച് ഫോട്ടോ എടുക്കും. അതെ, എന്നിട്ട് അയച്ചു കൊടുക്കും. ഞങ്ങൾ അന്നും ഒരു കഥാകാരികളായിരുന്നു. അതെ, പല പല കഥകൾ മെനഞ്ഞ് ഉണ്ടാക്കി. അതിൻ്റെ അകത്ത് നായകനും വില്ലനും എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു സിനിമ തന്നെ ഇറക്കിയാണ് ഞങ്ങൾ. അതെ, ഞങ്ങളൊരു പരമ്പര തന്നെ സൃഷ്ടിച്ചായിരുന്നു. പക്ഷെ ഞങ്ങളുടെ കഴിവ് ആരും കാണാതെ പോയി ഒരു കാലം. ഇപ്പം എന്നിട്ട് ഇത്രയും വലുതായിട്ട് ഇങ്ങനെ അതൊരു സ്കൂട്ടറാണ് ഇവിടെ. എന്നിട്ട് ഇപ്പം ഞങ്ങളിങ്ങനെ ഇത്രയും വലുതൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ എങ്ങനെയാണ് ബാർബി വെച്ച് കളിക്കുന്നതെന്ന് ഓർത്ത് അതൊക്കെ നിർത്തിയിട്ട് ഇപ്പം ഇങ്ങനത്തെ ചില്ലറ പരിപാടികളും ഫോട്ടോകളും ഒക്കെ ആയിട്ട് സമയം കളയും. വരുന്ന ദിവസങ്ങളിൽ വരുന്നത് വളരെ ചുരുക്കമാണ് കേട്ടോ. ഇപ്പം എല്ലാവരും അവരവരുടേതായ പ്രതിലിപിയിലെ സ്റ്റോറി വായിക്കുന്നതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ്. ഞാൻ മാത്രമല്ല, വായിക്കുകയും എഴുതുകയും കൂടെ ചെയ്യുന്നുണ്ട്. എഴുതിയില്ലായിരുന്നോ? അതിൻ്റെ പേരെന്തോ വംശി എന്നാണ്. ഗൗരി വംശി എന്നാണ് പേര്. കേസ് നിങ്ങൾ എന്തായാലും പോയി നോക്കണം. എന്താ റിവ്യൂ ഇടണം. ഇടയ്ക്കൊരു ആട്ടുമാമ വരുന്നത്, ഇടയ്ക്കൊരു അപശബ്ദം. അപ്പൊ നീ എഴുതുന്നത് പിന്നെ ഞാൻ പറയണായിരിക്കുമല്ലേ? ഞാൻ പൊതുക്കി നിർത്തിയത്. എന്നാലും എഴുതുന്നുണ്ടല്ലോ. യൂസർ നെയിം എന്നായിരുന്നു? അതൊക്കെ പറഞ്ഞിട്ടില്ല. രുദ്ര നാരായണി എന്നാണ്. രുദ്ര നാരായണി. ഞാൻ അതെ, എൻ്റെ യൂസർ നെയിം എനിക്കറിയാം. വിശ്വാസം ഇല്ല. വിശ്വസിപ്പിക്കുക കേട്ടോ.
ആ എന്നിട്ട് അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്? എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ നടക്കുന്നു പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. പ്രത്യേകിച്ച് ഒരു പണിയില്ല. ഇവിടെ +2 കഴിഞ്ഞിട്ടിരിക്കുന്നു, ഞാൻ ബികോം കഴിഞ്ഞിട്ടിരിക്കുന്നു. അത്രയും ഏജ് ഡിഫറൻസ് ഉണ്ട് ഞങ്ങളത്. അധികമില്ല എന്നാലും. സത്യം പറഞ്ഞാൽ മുതുക്കിയായി. ആ വാവ്. നിശബ്ദത, എങ്ങും നിശബ്ദത. ആ മോന് നോക്കി ഒരെണ്ണം കൊടുക്കുമോ? എംകോം ആയില്ല, എംകോം ആവുന്നേ ഉള്ളൂ. എടുക്കുന്നേ ഉള്ളൂ. അതെ, ക്ലാസ് പോലും തുടങ്ങിയില്ല, പോയി അഡ്മിഷൻ പോലും എടുത്തില്ല. ഇങ്ങനെ പറയില്ലേ? ഇവള് വന്നത് കുറച്ച് നേരമായി വന്നിട്ട്. അപ്പം ഞങ്ങളിങ്ങനെ കുറേ നേരമായി വന്നിട്ട് അപ്പം ഞങ്ങളിങ്ങനെ ഓരോ ഫോട്ടോ ഒക്കെ എടുത്തു, കുറേ നേരം സംസാരിച്ചു. അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. അപ്പോഴാണ് ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നത്, ഒരു വീഡിയോ എടുത്ത് വ്ളോഗായിട്ട് ഇട്ടാൽ എങ്ങനെ ഇരിക്കും. ഞാൻ കുറേ നിർബന്ധിച്ചതാ, പക്ഷെ സമ്മതിച്ചില്ല. വേണ്ടെന്ന്. പക്ഷേ അവളിറങ്ങിപ്പോയി. ചേച്ചിയുടെ ലിപ്സ്റ്റിക് എടുത്താ ഭയങ്കര അവിടെ ആർക്ക് വേണ്ടിയിട്ട് അത്രയും സ്ഥലം കിടക്കുന്നത്? ഞാനല്ലേ അവിടെ ഇരുന്നത്. പെങ്കൊച്ച് സമ്മതിക്കും. നീ ഏതെങ്കിലും ഒരു സൈഡിൽ ഇരിക്കും. ഏത് സൈഡിലായിരിക്കുന്നേ? പിണങ്ങിയിരിക്കും, മനസ്സിലായില്ലേ? പിണങ്ങി ഇവിടെ കയറിയിരിക്കുന്നതിന് അതിനാ? ആ ഇറങ്ങിപ്പോയി. പിണങ്ങിയിരിക്കുന്ന ഒരു കൊച്ചിനെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. പിണങ്ങാൻ അറിയാത്തവരോട് ഇത് കാണിച്ചിങ്ങനെയാണ് പിണങ്ങേണ്ടതായി പറയുന്നത്. അയ്യോ, എന്നെ അടിക്കുന്ന ഗൈസ്. ഞാനിതൊക്കെ എടുത്ത് ഇടും കേട്ടോ യൂട്യൂബിൽ. അപ്പൊ ശരി ഗൈസ്, നേരെ എടുത്ത് തുടങ്ങി. ഞാൻ വീട്ടിൽ പോട്ടെ. അതെ, നമ്മളെ വീട്ടിൽ പറഞ്ഞു വിട്ടിട്ടെ. അത് കഴിഞ്ഞ് ഞാൻ വേറൊരു കണ്ടന്റ് ആയിട്ട് വരാം.